ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായ ഫ്ളാറ്റിന് മുന്നിൽ നിന്ന് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം സ്ഥിരമാണെന്നാണ് എക്സൈസിന്റെ നിഗമനം. ലേബി, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എനിക്ക് തോന്നുന്നു ഗോശ്രീ പാലത്തിനടുത്തുള്ള പൂർവ ഗ്രാൻഡ് ബേ അല്ലേ, ഫ്ളാറ്റിന്റെ പേരതാണെന്ന് തോന്നുന്നു. ഇവിടെ 506 നമ്പർ മുറിയിലാണ് ഇന്നലെ രാത്രി 2 മണിക്ക് എക്സൈസ് സംഘം അന്വേഷണം നടത്തിയത്. ഇപ്പോൾ അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻകാരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? എന്തായാലും എക്സൈസിന് രഹസ്യ വിവരം കൊടുത്തത് നേരത്തെ ഇതേപോലെ ഈ ഫ്ളാറ്റിൽ ഇവർ ഒത്തുകൂടിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ലേബി? തീർച്ചയായും ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് മുൻപിലാണ്. ഈ ഫ്ളാറ്റ് ഗോശ്രീ പാലത്തിന് തൊട്ട് സമീപത്തുള്ള ഫ്ളാറ്റാണ്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ പാലം എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇടത്തെ സൈഡിലുള്ള ഫ്ളാറ്റ് പൂർവ ഗ്രാൻഡ് ബേ. ഈ ഗ്രാൻഡ് ബേ പൂർവ ഹോട്ടലിൽ സ്ഥിരമായി ലഹരി ഉപയോഗം നടക്കുന്നു എന്നാണ് ഇപ്പോൾ എക്സൈസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെ ഈ സംവിധായകർ ഇവിടെ സ്ഥിരമായി വരാറുണ്ട് എന്നറിയുന്നു. ഖാലിദ് റഹ്മാനും അതുപോലെ തന്നെ അഷ്റഫ് ഹംസയും ഇവിടെ ലഹരി ഉപയോഗിക്കാൻ തന്നെ വന്നു എന്നാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും പ്രമുഖരായ സംവിധായകർ ഇവിടെ വരുമ്പോൾ ആ വിവരം സ്വാഭാവികമായും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ അറിയേണ്ടതാണ്. നമ്മളവരുടെ പ്രതികരണം ആരായുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് സെക്യൂരിറ്റിക്കാർ നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് മറുപടി നൽകി നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ പതിവായി എത്താറുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. ഈ 2 സംവിധായകരും ഇവിടെ എത്തിയത് ലഹരി ഉപയോഗിക്കാൻ എന്നുള്ള സൂചന എക്സൈസ് നൽകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ലഹരി ഉപയോഗം ഇവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെ ഫ്ലാറ്റ് അധികൃതർ അവർക്ക് അധികൃതർക്ക് ഈ വിവരം അറിയണമെന്നില്ല, എന്നാൽ ഇവിടെ വന്നു പോകുന്ന കാര്യം അറിയേണ്ടതാണ്. ഇത്തരത്തിലുള്ള കേസ് വ്യാപകമായ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ അന്വേഷണം വളരെ വ്യാപകമായി തന്നെ എക്സൈസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ എക്സൈസ് നടത്തുന്നതിനൊപ്പം പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഫെഫ്ക നടപടിയുമായി മുന്നോട്ട് വരുന്നു എന്നുള്ള കാര്യമാണ് ഡോക്ടർ അരുൺ. ഫെഫ്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫെഫ്ക യൂണിയന് കീഴിലുള്ള ഡയറക്ടേഴ്സ് യൂണിയന് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, മാർച്ച് 25-ാം തീയതി എക്സൈസ് വകുപ്പുമായി ചേർന്നൊരു യോഗം നടത്തിയിരുന്നു ഫെഫ്ക. അന്ന് തന്നെ സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ എക്സൈസിന് നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. എക്സൈസിന്റെ സഹായം ഫെഫ്ക തേടിയിട്ടുമുണ്ട്. അത് പ്രകാരമാണ് എക്സൈസ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രമുഖരായ 2 സംവിധായകരെ ഛായാഗ്രാഹകന്റെ ഇവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. ഈ ഫ്ളാറ്റിൽ ഡോക്ടർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൊച്ചിയിലെ ഏറ്റവും ലക്ഷൂറിയസ് ഫ്ളാറ്റുകളിൽ ഒന്നാണ് ഇത്. മറൈൻ ഡ്രൈവിലെ ഈ ഫ്ളാറ്റ്, ഇത്തരം ഈ ഭാഗത്തുള്ള ഫ്ളാറ്റുകളാണ് ഏറ്റവും വില കൂടിയ ഏറ്റവും ലക്ഷൂറിയസ് ആയ ഫ്ളാറ്റുകൾ. ഈ ഫ്ളാറ്റുകളിൽ ഒന്നാണ് ഇത്. ഈ ഛായാഗ്രാഹന്റെ ഫ്ളാറ്റ് സംവിധായകർ ഇവിടെ എത്തി ലഹരി ഉപയോഗം നടത്തുന്നത് പതിവാണെന്നുള്ള സൂചനയാണ് എക്സൈസിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടുന്ന് റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ വരാനിരിക്കുന്നു. ലേബിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കൊച്ചി ബ്യൂറോയാണ് ഈ സംവിധായകർ പിടിയിലായ ലഹരി കേസുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ വാർത്ത തുടരുകയാണ്.